ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ ഒരിക്കലും ഈ ആറ്റക്കോയത്തങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ ആ പറച്ചിൽ നിർത്തിയതാണ്. അദ്ദേഹത്തിന്റെ കഴിവും മികവുമാണ് അഭ്യസ്തവിദ്യരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹത്തിലുള്ള പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സയ്യിദ് എന്നറിയപ്പെടുന്ന ഒരാൾ സലാത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് തൗഹീദിന് ഘടകവിരുദ്ധമായ ആശയം 10,000-കണക്കിന് ആളുകളെ മുൻനിർത്തി ഇങ്ങനെ വിളിച്ചു കൂവുകയാണ് എന്നുള്ളതാണ്. ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ സയ്യിദ് ആറ്റക്കോയ തങ്ങളെ, നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വളരെ മോശമായി പോയി. അത് ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ വലിയൊരു വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പരാമർശം, എന്താണ് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രവൃത്തി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. ആറ്റക്കോയ തങ്ങൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. നമ്മളെ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരോട് ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ. ശരിക്കും നമുക്ക് ആറ്റക്കോയ തങ്ങളെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരുപാട് കാലമായി അദ്ദേഹം സാധു മനുഷ്യരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പറ്റിക്കപ്പെടുന്ന മനുഷ്യരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. കാരണം പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി നിന്നു കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവം കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും അദ്ദേഹം മതത്തെ വിറ്റ് സുഖമായി ജീവിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. അദ്ദേഹം അതിൽ വളരെ വലിയ ഒരു വിജയം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണമെന്നുള്ളതാണ്. ശരിക്കും ഇത്തരം ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായി നമ്മളോട് വന്ന് പറയാറുണ്ട്, എന്തിനാണ് ഞങ്ങളുടെ തങ്ങളുപ്പായെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്? അദ്ദേഹം പാവപ്പെട്ടവരുടെ കണ്ണീർ ഒപ്പുന്ന ആളാണ്, ഒരുപാട് യതീം മക്കൾക്ക് സംഭാവനകൾ നൽകുന്ന ആളാണ്, ഒരുപാട് സാധു പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മുടെ നാട്ടിൽ വേറെയുമുണ്ട്. അത് ചെയ്യുന്നതിനൊന്നും നമ്മളെതിരല്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം ആറ്റക്കോയ തങ്ങളെ ഒരുപാട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വിളിച്ചു കൂട്ടുന്ന സദസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു സദസ്സാണ്. അതിന് റസൂലുള്ളാഹിന്റെ മദ്ഹുകളും അദ്ദേഹത്തിൻ്റെ സലാത്തുകളും എല്ലാം ചെല്ലാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ ഒരു സദസ്സിൽ വെച്ചിട്ട് മറ്റൊരു ദൈവത്തെ വിളിച്ചുകൊണ്ട് തേനിൽ ഊതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമുക്ക് അത്തരം സദസ്സുകളിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ മതത്തിற்கு സുഖമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുന്നതിനും യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പരിധി വിട്ട പ്രസ്താവനയായി പോയി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ളത് നമ്മുടെ ഉസ്താദായ അൻസാർ സുഹരി ഉസ്താദ് തന്നെയാണ്. അദ്ദേഹം ഇതിനു മുന്നേ നമ്മളോട് പറഞ്ഞിരുന്നു, ഇനി നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു. പക്ഷേ നമ്മുടെ മതത്തെ ബാധിക്കുന്ന, നമ്മുടെ ഇൽമിനെ ബാധിക്കുന്ന, നമ്മുടെ ദീനിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ വന്നപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടതായി വന്നതാണ്. അദ്ദേഹം ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസികളോട് അദ്ദേഹത്തിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്കതൊന്ന് കേൾക്കാം. ഒരിക്കലും ഈ ആറ്റക്കോയത്തങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ ആ പറച്ചിൽ നിർത്തിയതാണ്. അദ്ദേഹത്തിന്റെ കഴിവും മികവുമാണ് അഭ്യസ്തവിദ്യരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹത്തിലുള്ള പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. അതിലെന്തേ കാര്യം? ഇവിടെ പല ആളുകളും പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നില്ലേ? ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്നു. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവെച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിന് ആ വഴിക്ക് വിട്. അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ, സനത് വാങ്ങിയിട്ടുള്ള ബിരുദധാരികളായ എത്ര ആളുകൾ ആ മജ്ലിസിൽ ഇപ്പുണ്ട്.
ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വം ഉസ്താമാരെ ചോദിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ വർത്താനം നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നമ്മളൊക്കെ 1000 രൂപയും നെയ്ച്ചോറും പോത്തിറച്ചിക്കും വേണ്ടി ഏത് വിധേനയും വിധേയപ്പെടുന്നവരായി നമ്മളൊക്കെ മാറിയൂ. ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ്? ഒരു യഥാർത്ഥ ആലിം എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക്, ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം. അയാളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം. ഇപ്പൊ ഏത് അവസ്ഥയിലായി? സർവമത പ്രാർത്ഥനയൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും വിഷയമില്ലെന്നല്ലേ ആളുകൾക്ക് തോന്നുക? ഇതിലൊന്നും ഗൗരവമില്ലേ? ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ്. അവരവിടെ നിർവഹിച്ചോട്ടെ. അള്ളാഹുവിന്റെ സ്മരണാർത്ഥം, ഏക ഇലാഹായ അള്ളാഹുവിന്റെ സ്മരണാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട്, അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം. അള്ളാഹു കാരുണ്യവാനാണ്. അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ, എല്ലാ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഹൈന്ദവനും ക്രൈസ്തവനും ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഇന്ന ആളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയാൽ തെറ്റാണോ ശരിയാണോ? അവിടേക്ക് ഉസ്താദന്മാരോട് ചോദിക്കും, തെറ്റാണോ ശരിയാണോ? അപ്പോൾ അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ വിശ്വസനീയവും അതുപോലെ തന്നെ വളരെ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ചിന്തിച്ചു പോയത് എന്ന് പറയുന്നത്, നമ്മുടെ നൂറെ ഹബീബ് തങ്ങൾ പല വീഡിയോയിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫാത്തിഹ ഓതാൻ പോലും അറിയില്ലായിരുന്നു. ഞാൻ ഈ ലൈവിൽ വന്നതിന് ശേഷമാണ് ഫാത്തിഹ ഓതാൻ വേണ്ടി പഠിച്ചത്, അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി പഠിച്ചത്, അതുപോലെ തന്നെ യാസീൻ ചെല്ലാൻ വേണ്ടി പഠിച്ചത് എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവരുടെ അനുയായികളോട് മുന്നിൽ വെച്ചിട്ട് സലാത്തുൽ ഫാത്തിഹയുടെ സദസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നൂറെ ഹബീബിൻ്റെ ലൈവിൽ വെച്ചുകൊണ്ട് എല്ലാം പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കഴിവ് കുറവായിട്ട് അതിനെ ആരും എടുക്കേണ്ടതില്ല, വലിയൊരു കഴിവായിട്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കുറവുകൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് മാറ്റിക്കൊണ്ട്, അത് പഠിച്ചുകൊണ്ട് അദ്ദേഹം പല ആവർത്തി അത് ഓതുന്നതും ചെയ്യുന്നതും എല്ലാം നമ്മൾ കണ്ടു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതമായ ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് വെച്ച് വേണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ സനദ്ധാരികളായ, ബിരുദധാരികളായ ഒരുപാട് ആൾക്കാർ തലയെ കെട്ടിയിട്ട് ആ സദസ്സിൻ്റെ പുറകിലിരുന്നു കൊണ്ട് ഉസ്താദിൻ്റെ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിൽ അഭിപ്രായം പറയാനോ, ആ ഉസ്താദിനെ ആ സദസ്സിൽ വെച്ച് തിരുത്താനോ, ആ സയ്യിദിനെ ആ സദസ്സിൽ വെച്ചിട്ട് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനോ ആരും തന്നെ ഒന്ന് എഴുന്നേറ്റിട്ട് ചെവിയിലെങ്കിലും പോയൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു കാര്യത്തിന് ആരും മുതിർന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു അഭിപ്രായ പഠനം പോലും ആ സദസ്സിൽ വെച്ചോ പുറത്ത് വെച്ചോ ആരും നടത്തിയതുമില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടം. ഇത് തന്നെയാണ് പൈസക്ക് മുകളിൽ പരുന്തും പറക്കുകയില്ല എന്ന് പറയുന്ന ഒരു ചെല്ല് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിപ്പോയി ആ സദസ്സിലുള്ള എല്ലാവരുടെയും ഒരു പ്രവർത്തനം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞതും. തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളത് രേഖപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരിക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവസാനമായി ആ തലയെ കെട്ടിയിരിക്കുന്ന ആൾക്കാരോട് അവസാനമായി പറയാനുള്ളത് തീർച്ചയായിട്ടും അൻസാർ സുഹരി ഉസ്താദ് പറയുന്നുണ്ട്, അതുകൂടി നമുക്ക് കേൾക്കാം. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് അവര് ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ്. അവരാരാധിച്ചോട്ടെ, അവർ ബഹുമാനിച്ചോട്ടെ, അവർ പ്രാർത്ഥിച്ചോട്ടെ. പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന, വിളിക്കുന്ന, സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസിൽ അത്തരമൊരു പ്രഖ്യാപനം, പ്രിയപ്പെട്ട അറ്റക്കോയത്തങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിൻ്റെ ഗൗരവം ചോദിച്ചു നോക്ക്. ഞാൻ ഉസ്താമരോട് പറയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ തെറ്റും ശരി അറിയത്തില്ലേ? ഈ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിവും പരിമിതിയും നമുക്ക് അറിയാമല്ലോ. നിങ്ങൾ ഓതി പഠിച്ചവരല്ലേ, നിങ്ങൾ ബിരുദധാരികളല്ലേ, നിങ്ങൾ ശറഉൽ ഖായിദ നന്നായിട്ട് ഓതിയവരല്ലേ. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് സമര് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. എൻ്റെ അബദ്ധമായി നിങ്ങൾ തിരുത്തി തന്നാൽ മതി. അപ്പോൾ ഏതായാലും അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞ ഈ വാക്കുകൾ കൂടി നിങ്ങൾ കേട്ടു കാണും. ഇത് തന്നെയാണ് നമുക്കും ചോദിക്കാൻ വേണ്ടിയുള്ളത്. വിദ്യാഭ്യാസവും വിവരവും അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദവുമുള്ള ഒരുപാട് ആൾക്കാർ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അവരോട് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇനി ഈ ഒരു കാര്യം കേരള സമൂഹം തീർച്ചയായിട്ടും ചിന്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. സാധുക്കളായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പല മതത്തിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് പോകുന്നുണ്ട്. പോകുന്നതിനെയൊന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ പോകുന്നതിനെ മുന്നേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കപ്പെടണം.
കാരണം നിങ്ങൾ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് അദ്ദേഹത്തിന് മുന്നിൽ പോയി നിന്ന് കൊടുത്തിട്ട് അവസാനം അദ്ദേഹത്തെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ തേടിയാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പാത പിന്തുടരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.